ഒരു പിന്നെ ട്രെയിനർ, അദ്ദേഹം പിന്നെ അത് ഭംഗിയായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേശൻ്റെ പുറത്ത് വെച്ചു. ഒരു വലിയ ഭരണി, ആ ഭരണിയുടെ കൂടെ കുറച്ച് കല്ലുകൾ, കുറച്ച് ചരൽക്കല്ല്, കുറച്ച് മണൽ, പിന്നെ കുറച്ച് മൺതരികൾ, പിന്നെ ചോക്ലേറ്റിൻ്റെ ദ്രാവകം, കുറച്ച് വെള്ളം. ഇത് വെച്ചിട്ട് പറഞ്ഞു കുട്ടികളോട് ഇതൊക്കെ ഇതിൽ നിക്ഷേപിക്കണം, ഒന്നും ഒഴിവാകാൻ പാടില്ല. അതായത് ഈ ഭരണിയിൽ നിക്ഷേപിക്കണം. നമ്മൾ പിന്നെ ബാക്കി വെച്ച ഈ സാധനങ്ങളൊക്കെ ഭരണിയിൽ ഇടാൻ വേണ്ടി ഒന്നും ഒഴിവാകാൻ പാടില്ല. അപ്പോൾ പിന്നെ ആദ്യം ഏത് ക്രമത്തിലിടണമെന്ന് എന്ത് ചെയ്യണം, പറയണം. ഈ പിന്നെ ട്രെയിനറോട് പറയണം. അപ്പോൾ ആദ്യം ഈ ഭരണിയിൽ ഇടണം എന്നുള്ളത് അതിന്റെ ഒരു ഓർഡർ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓരോരുത്തർ വന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ സാമർഥ്യമില്ലാതെ ഒരു മൂലൊക്കെ ഇരിക്കുന്ന അവന് സാധിക്കൂല എന്ന് വിചാരിക്കുന്ന ഒരാൾ, അയാളാണ് അവസാനം വന്നത്. ഓരോരുത്തരും പറഞ്ഞപ്പോൾ ട്രെയിനർ പറഞ്ഞു ശരിയല്ല. അവൻ വന്നിട്ട് ട്രെയിനറോട് പറഞ്ഞ് അതിൻ്റെ ക്രമം പറഞ്ഞു. അപ്പോൾ ആ ക്രമത്തിനനുസരിച്ച് ഇടാൻ സമ്മതിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മേശയിൽ ഒരു സാധനവും ബാക്കിയില്ലാതെ എന്ത് ചെയ്തു, ഭരണിയിലേക്ക്. അപ്പോൾ അവന് ഇട്ടത് ആദ്യം കല്ലാണ്, അത് കല്ലിട്ട്, പിന്നെ ചരൽക്കല്ലിട്ടിട്ടൊന്ന് കുലുക്കി അടി പോയി സെറ്റായി. പിന്നെ മണലിട്ട് സെറ്റായി. പിന്നെ മൺതരികളിട്ട്, ചെറിയ പൂഴിയാണ്, പൂഴി എന്ന് പറയുന്ന നാട്ടില്. പിന്നെ ചോക്ലേറ്റിന്റെ ദ്രാവകം ഒഴിച്ചു, അതിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചു. അപ്പൊ ഫുള്ള് ക്ലിയറായി. അപ്പൊ പല ആളുകളും ആദ്യം മണലിടുക, പിന്നെ മൺതരി ഇടുക, പിന്നെ ചോക്ലേറ്റിന്റെ ദ്രാവകം ഒഴിക്കുക, പിന്നെ വെള്ളം ഒഴിക്കുക, പിന്നെ കല്ലിടുക. ഇങ്ങനെയുള്ള ഇതെന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഒരു ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുക, മുൻഗണനാക്രമം കൊടുക്കുക കാര്യങ്ങൾക്ക്. പല ആളുകളും വീട്ടുജോലി എടുക്കുകയാണെങ്കിലും സ്വന്തം ജോലി ചെയ്യുകയാണെങ്കിലും ഒരു 4 സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലാൻ ചെയ്തൊരു ക്രമം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അങ്ങോട്ടൊന്ന് ഓടി, പിന്നെ ഇങ്ങോട്ടൊന്ന് ഓടി, പിന്നെ അങ്ങോട്ടൊന്ന് ഓടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആ ദിവസം ഫുള്ള്. ചില ആളുകൾ ചില പണിക്കൊക്കെ ഇറങ്ങിയാൽ പിന്നെ അവർക്ക് ആ ദിവസം മുഴുവൻ ആ പണിയായിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഒഴിവായിട്ടുണ്ടാവും. ഈ ഒരു ക്രമം നിശ്ചയിച്ച് എന്ത് ചെയ്യുക, രാവിലെ നീറ്റാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ തലേന്ന് കിടക്കുമ്പോൾ എന്ത് ചെയ്യുക, നാളെ എന്തൊക്കെ ചെയ്യണം. പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇന്നത് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു ക്രമം വീട്ടുജോലിക്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ക്രമങ്ങളിടക്ക് വെറൈറ്റി ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൊരു പിന്നെ ഹലാവത്തുണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. ചില ക്രമങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും, ചിലത് എന്ത് ചെയ്യാൻ പറ്റില്ല. ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യേണ്ടി വരും. ഈ ഒരു രീതിയിൽ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും. സമയമില്ല, തിരക്കാണെന്ന് പറയുന്ന ആള് പെട്ടെന്നത് പരിഹരിക്കണം. കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യേണ്ട കുറേ കടമകളും ബാധ്യതകളും എന്ത് ചെയ്യും, ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ ഏതാണ് മുൻഗണനാക്രമത്തിൽ എടുക്കേണ്ടതെന്ന് അവനവന്റെ സാഹചര്യത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, റാഹത്തായിട്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ മാത്രമല്ല, ഇപ്പം നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കടയിലേക്ക് പോകുന്നു, അപ്പോൾ കടയിലേക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഭാര്യ പറയുന്നല്ലേ, മക്കൾ പറയുന്നു ഇപ്പോൾ ആ സാധനം വാങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ പോയി വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ അല്ല അതൊക്കെ പിന്നെ സ്കൂളിൽ കൊണ്ടുപോയാൽ നിർബന്ധമാണ്, എനിക്ക് കിട്ടിയാൽ മതിയോ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കടയിലേക്ക്, നേരെ മറിച്ച് കടയിലേക്ക് വരുന്നതിന് മുമ്പ് കടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വാങ്ങേണ്ടത്, അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വീട്ടിലെല്ലാവരോടും നിനക്കെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കടയിലേക്കാണ് പോകുന്നത് മുമ്പത്ത് നിന്നും ഗൗരവത്ത് പറഞ്ഞിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒറ്റ പ്രാവശ്യം കടയിലേക്ക് പോയിട്ട് വരേണ്ട കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ സമയങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മളെ നമസ്കാരത്തിൻ്റെ സമയം, അതെന്താണ്, അത് ആ സമയത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ സംഗതികൾ ആ ഒരു സമയത്ത് നമുക്ക് നിർവഹിക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഡറിൽ. ഇപ്പം നമുക്ക് ആ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ആദ്യം പിന്നെ കല്ലിട്ടു, പിന്നെ ചരൽക്കല്ലിട്ടു, പിന്നെ പൂഴിയിട്ടു, പിന്നെ അതിൻ്റെ മേലെ മണൽത്തരി ഇട്ടു, പിന്നെ അതിൻ്റെ മേലെ മറ്റേ പിന്നെ ചോക്ലേറ്റിൻ്റെ ഇത് വെച്ചു, പിന്നെ അതിൻ്റെ മേലെ അതൊരു ഒരു രൂപമാണ്. നേരെ മറിച്ച് അത് നേരെ തിരിച്ചു വെച്ച് നോക്കൂ, ഒരിക്കലും ആ ഒരു ജാറിൽ അത് കൊള്ളൂല.
അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സഹോദരിമാരാണെങ്കിൽ അലക്കാനുണ്ടാകും. അപ്പോൾ അലക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു വീടിൻ്റെ അതിന് വളരെ രസകരമായിട്ടൊരു വായിച്ചൊരു സംഗതി പിന്നെ ആലോചിച്ച് നോക്കണത്. പിന്നെ അദ്ദേഹം പറയണത് പിന്നെ ഈ രാവിലെ പിന്നെ നേരത്തെ എഴുന്നേൽക്കും. ഒരു പിന്നെ ഉമ്മമാരെ ഗൃഹനാഥകളെ കുറിച്ച് പറയണം. അപ്പോൾ അവർ പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും, പിന്നെ പള്ളിയിൽ പോയിട്ട് വരേണ്ടവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാപ്പിയും കാര്യങ്ങളുമായി. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ മദ്രസയിൽ പോകേണ്ട ആൾക്കാരായി. അപ്പോൾ മദ്രസയിൽ പോകേണ്ട ആൾക്കാർക്ക് അവരെ ഒരുക്കി ഇങ്ങോട്ട് പിന്നെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ മറ്റേ ഈ ഷുഗർ രോഗികളും കാര്യങ്ങളും ഓലൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭക്ഷണമാവുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഭക്ഷണം പിന്നെ കിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് ഒരുക്കിയാകുമ്പോഴത്തേനും പോയ ആൾക്കാർ, മദ്രസയിലേക്ക് പോയ ആൾക്കാർ ഒരു തിരിച്ചു വരുന്ന സമയം. അപ്പോൾ അവരൊന്ന് സെറ്റും കാര്യങ്ങളൊക്കെ ആയി അവർക്കുള്ള സംഗതികളൊക്കെ കൊടുത്ത് അവരെ സ്കൂളിലേക്ക് വിടാനുള്ള ഇതുകളാക്കി. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്ക് എന്തായി, ഇവിടെ ഉച്ചയിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഒരു തിരക്കായി. അങ്ങനെ ഉച്ചക്കൽക്കുള്ള ഭക്ഷണം പിന്നെ ഏകദേശം പിന്നെ അത് പിന്നെ പാകമാക്കാനുള്ളത് ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ഇഹ്റാം കെട്ടിയിട്ട് അലക്കാൻ വേണ്ടി ഇറങ്ങണം. അങ്ങനെ അലക്കൽ എന്താണ്, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ ഈ അലക്കാനും പിന്നെ വീട് വൃത്തിയാക്കാനും വേണ്ടി ഇറങ്ങുന്നതോടുകൂടി അതിൽ ദുഹറും അസറും എന്ത് ചെയ്യും, അതിൽ സ്വാഭാവികമായിട്ടും അതിൽ നഷ്ടപ്പെടും. അതിൽ ചിലപ്പോൾ ഒരു അസറിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും അവർ കയറി വരിക. അപ്പോൾ ആ കയറി വരുന്ന സമയത്ത് ഇവർക്ക് വിശ്രമിക്കാൻ സമയമുണ്ടോ? സമയമില്ല. സ്കൂളിൽ പോയ ആൾക്കാർ തിരിച്ചു വരേണ്ട സമയമായി. സാർ, ഈ പ്ലാൻ ചെയ്യുമ്പോഴൊരു വിഷയം എന്താ അറിയോ, പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയധികം പണി ഉണ്ടോ എന്നുള്ളൊരു ടെൻഷൻ വരും. അത് വരാൻ പാടില്ല. അതെ അതെ അതെ. ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് നമ്മളൊരു വാഴപ്പഴം മുഴുവൻ വിഴുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അത് കടിച്ച് അതെ, അത് ഓരോ പീസായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് തിന്നുന്നതും നേരെ മറിച്ചത് ഒന്നിച്ചത് വായിലേക്ക് ഇടുന്നതും വ്യത്യാസമുണ്ട്. അതേപോലെ ഈ പണികൾ ഒന്നായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് പിന്നെന്താ വെച്ചാൽ ഉൾക്കൊള്ളുക. എനിക്കിതൊക്കെ പണിയാണ്, ഞാൻ തന്നെ എടുക്കണം, വേറെ ആരും എടുക്കാൻ. അതായത് പണ്ട് പിന്നെ നമ്മളൊരു പണ്ഡിതൻ തന്നെയാണ് ഒരു പ്രസംഗത്തിൽ പിന്നെ നമ്മളൊരു ക്യാമ്പിലാ തോന്നുന്നു, അദ്ദേഹം ഒരു പിന്നെ മാനസിക ദൗർബല്യമുള്ള ഒരു ആളെക്കുറിച്ച് പറയണം. അപ്പോൾ ഈ മാനസിക ദൗർബല്യമുള്ള കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ 2 തിണ്ടുകളുണ്ട്. ആ മൂപ്പരുടെ രാവിലെ എഴുന്നേറ്റുള്ള പണി ഒരു തിണ്ടിൽ നിന്ന് അടുത്ത തിണ്ടിലേക്ക് ചാടലാണ്. അപ്പോൾ ചാടി ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇയാൾ തന്നെ തമ്മിൽ പറയണത്, പടച്ചോനെ ഞാൻ എന്താ ഇരിക്കുന്നത്, ഞാൻ തന്നെ ഇപ്പോൾ ഇത് ചാടി തീർക്കണമല്ലോ എന്ന് പറയുന്ന ഒരു വളരെ രസകരമായൊരു അനുഭവം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പണ്ഡിതൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നമുക്കിപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് മാഷാ അല്ലാഹ് നല്ലൊരു സന്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മളൊന്ന് ഓർഡർ വെച്ചാൽ, നമ്മൾ എഴുന്നേൽക്കുന്ന, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊരു നിശ്ചിത ആകെ 24 മണിക്കൂറാണല്ലോ തന്നിട്ടുള്ളത്. ആ 24 മണിക്കൂറിനെ ഫലപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ പിന്നിലൊരു പ്ലാന് വേണം. ആദ്യം കല്ലിടണം, പിന്നെ ചരൽക്കല്ലിടണം, പിന്നെ അതിൻ്റെ മേലെ പൂഴി വേണം. ആ ഒരു ഓർഡർ തന്നെ ആയിരിക്കണം നമ്മൾ പോവേണ്ടത്. അതുമാത്രമല്ല സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഒരു മത്സ്യത്തിന് വെള്ളം എത്രമാത്രം അനിവാര്യമാണോ അതുപോലെയാണ് നമുക്ക് സമയം. നമ്മുടെ സമയമാണ് നമ്മുടെ ജീവിതം. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ബുധനാഴ്ച ഇലാ യൗമിൽ ഖിയാമ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല. നമ്മൾ ഖബറിലേക്ക് നമ്മൾ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയ അവസരത്തെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആഖിറ ലോകമാണല്ലോ നമ്മളെ പ്രധാനം, അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ ആ ഒരു രൂപത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.